ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഒത്തിരി കുടുംബവിശേഷങ്ങൾ പറഞ്ഞു, ഒത്തിരി അനുഭവങ്ങൾ പറഞ്ഞു, ധ്യാനത്തിൽ വന്ന കാര്യങ്ങളും ഒക്കെ എന്നോട് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് ഈ കുടുംബജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഒരു പ്രീ മാരിറ്റൽ കോഴ്സൊക്കെ കൂടി അങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രീ മാരിറ്റൽ സ്റ്റേജിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കിന്നൊന്ന് പറയാം. അച്ഛൻ പ്രീ മാരേജ് കോഴ്സിന് ക്ലാസ് എടുക്കുകയില്ല ഇഷ്ടംപോലെ. അപ്പോൾ ഒത്തിരി പഴയതിലൊക്കെ ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ ഈ കോഴ്സ് ഇഷ്ടമായിട്ട് നിർബന്ധമാണ്. എല്ലാവരും നിർബന്ധമാണ്. ഈവൻ മറ്റു മതങ്ങളിൽ പോലും ഇപ്പോൾ അത് ആരംഭിച്ചു. ശരിക്കും അത് കൂടുന്നതിൻ്റെ ഒരു മെച്ചം കാണാറുണ്ടോ? ഉണ്ട്. കാരണം കുറേ അറിവില്ലായ്മ നമുക്കുണ്ട്. അതിൻ്റെ തരങ്ങൾ ഒന്ന് തിരുത്താനും ചില കാര്യങ്ങൾ അറിയാനും അല്പം കൂടെ ആത്മാർത്ഥമായിട്ട് ഇടപെടാനും ഒക്കെ ഉള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരുപാട് തരങ്ങൾ അതിനകത്തുണ്ട്. ഒന്നാമത് 2-3 ദിവസങ്ങൾ ഒരുമിച്ച് കൂടുമ്പം അല്പം കൂടി മിങ്കിൾ ചെയ്യാനും പറയാനും സ്വതന്ത്രമായിട്ട് മിണ്ടാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരന്തരീക്ഷം ഇവർക്ക് ഈ ദമ്പതികളാകാൻ പോകുന്നവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം ആ രീതിയിൽ അത് വളരെ ഉപകാരപ്രദമാണ്. പിന്നെ വൈകാരിക ശാരീരിക പദങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഡോക്ടർമാരുണ്ട്, നല്ല സോഷ്യൽ റിഫോമേഴ്സുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരും പങ്കുവെക്കുന്ന അറിവുകളും അനുഭവങ്ങളും അത് ഒത്തിരി ഉപകാരപ്പെടാറുണ്ട്. സത്യത്തിൽ ഇപ്പോൾ ഈ വലിയ ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആർക്കും ഒന്നിൻ്റെ അറിവിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും എല്ലാം അറിയാവുന്നൊരു ധാരണ ഉണ്ടെങ്കിലും പക്ഷേ അത് തെറ്റാണല്ലേ ഇത് ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ വരുമ്പോൾ. അതൊക്കെ ഇൻ്റർനെറ്റൊക്കെ ചുമ്മാ അങ്ങനെ കിടക്കും ഡെഡായിട്ട്. ലൈവ്ലി ആകണമെങ്കിൽ ഇങ്ങനത്തുള്ള കോഴ്സുകളിലേക്ക് വന്ന് ഒരു നല്ലൊരു ലൈവിൽ ഷെയറിങ്ങും ഒക്കെ വരുമ്പോഴേ ഉള്ളൂ അത് ഇഫക്റ്റീവ് ആവുള്ളൂ. മറ്റേതങ്ങനെ ഒരു ബോധത്തിൻ്റെ തലത്തിൽ മറിഞ്ഞു കിടക്കുന്നുള്ളതേ ഉള്ളൂ. പണ്ട് കാലത്തൊക്കെ നമുക്കൊരു സംശയം ചോദിക്കാനോ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ ഉള്ളൊരു നാണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും കാണുകയില്ലല്ലേ. വരുന്ന പങ്കെടുക്കുന്നവരൊക്കെ വളരെ ലൈവായിട്ട് എന്തും പറഞ്ഞും എല്ലാം തുറന്ന രീതിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കണമെന്ന് ഓർത്തത്, ഈ കല്യാണം ഫിക്സ് ചെയ്യുമല്ലോ ചിലർ. ലവ് മാരേജാണ്, അവർക്ക് നേരത്തെ തന്നെ അറിയാം. ഈ അറേഞ്ച്ഡ് മാരേജ് ആണ്. പക്ഷേ ഈ കല്യാണം ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ ഏതാണ്ട് കല്യാണം കഴിച്ചവരെ പോലെയാണ് ഇന്നത്തെ ഒരു പലരും. അപ്പോൾ ഇവർ എത്രത്തോളം ഇടപെടാം, എവിടെയാണ് അവർ നിൽക്കേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ സത്യത്തിൽ ഒരു ധാരണയില്ല. ചിലരുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഓവറായിട്ട് പോയി അവസാനം കല്യാണമേ നടക്കാതെ കുളവാകുന്ന ഇഷ്ടം പോലെ കേസുകളൊക്കെ ഉണ്ട്. അതെങ്ങനെ, അതിനെക്കുറിച്ച് അച്ഛൻ എന്നാ പറയാനുള്ളത്? അത് പൊതുവായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പാലിക്കേണ്ട ഒരു റെസ്പെക്ട്ഫുൾ ഡിസ്റ്റൻസ്, ആദരപൂർവമായൊരു അകൽച്ച സൂക്ഷിക്കണം നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളതാണ്. പിന്നെ ചില നേച്ചറിലെ ഒരു പ്രാകൃത വാസനകളുണ്ടല്ലോ, അതെല്ലാം കൂടി ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ അങ്ങ് പറഞ്ഞേക്കാമെന്ന് ഓർത്ത് ഒത്തിരി കുടഞ്ഞിടും. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഓർത്ത സ്റ്റാൻഡേർഡുള്ളവനല്ല ഈ പുരുഷൻ. പെണ്ണ് ഒത്തിരി പ്രിയമാകുമ്പോൾ അവന് സംശയം വരും, ഇവള് മറ്റു വല്ല ബന്ധമുള്ളവളാണോ, അപ്പോൾ ഇത്രയും അങ്ങോട്ട് ഷോർട്ട് ടൈമിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നല്ലോ. അപ്പോൾ ഡൗട്ട് വർദ്ധിക്കാൻ ഒരുപാട് കാരണമായിട്ട് തീർന്നിട്ടുണ്ട്. ഈ പ്രീ മാരേജിൻ്റെ ഒരു കോഴ്സ് കഴിഞ്ഞ് വിവാഹം നടത്താൻ തീരുമാനിച്ചാലും അവർ കപ്പിൾസ് ആയിട്ടില്ലല്ലോ, സാധ്യതയുള്ളൂ. അപ്പോൾ അത് ആ സാധ്യതയിൽ അല്പം കൂടെ നോബിളായിട്ടൊക്കെ പെരുമാറേണ്ട കാലമാണ് കോഴ്സ് കഴിഞ്ഞ് വിവാഹം വരെയുള്ള കാലഘട്ടങ്ങൾ. ചിലപ്പം ചുമ്മാ സെക്സിന് ടേസ്റ്റുള്ള വർത്തമാനം തന്നെ പറയുന്ന ആണുങ്ങൾ അവിടെ ഭാര്യയ്ക്ക് അകൽച്ചയായി. ഒത്തിരി അങ്ങോട്ട് പൊസസീവായിട്ട് വിടുന്ന സ്ത്രീ ആണിനകൽച്ചയായി. അപ്പോൾ അവൻ അവളോട് പറയുക, ആങ്ങളമാർ പോലും നിന്നെ കെട്ടിപ്പിടിക്കുന്നു, ഹഗ് ചെയ്യുന്നു, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നു, നിന്റെ കസിൻസ് ആകാം, അത് എനിക്കിനി ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴേ സ്വാഭാവികമായിട്ടും ആ വിവാഹം പിന്നെ മാറിപ്പോവും. അപ്പോൾ എന്നാലേ തോന്നുന്നത് ഒരു പൊസസീവ് ലവാണ്. ഒരു പക്വതയുള്ള മനുഷ്യനല്ല. ഇപ്പോഴേ ഇതാണെങ്കിൽ കെട്ടിക്കഴിഞ്ഞാൽ എന്താവും. പല പെണ്ണുങ്ങളാണെങ്കിലും പറയുക, അമ്മയും അപ്പനും ഒക്കെ വലിയൊരു ശല്യമാകട്ടോ, നമുക്ക് എടുത്ത് മാറി സ്വസ്ഥമായിട്ട് ജീവിതത്തിലേക്ക് നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ആളെ സംശയത്തോടെ കാണണം. കാരണം കല്യാണം കഴിഞ്ഞാൽ അവൾ വീട് നരകമാക്കാൻ സാധ്യതയുള്ളൊരു സ്ത്രീയാണ്. സത്യത്തിൽ അങ്ങനെ വരുമ്പോൾ ഒരു ഗുണവുമുണ്ട് ഒരു ദോഷവുമുണ്ട്. ഇവളുടെ ഒറിജിനൽ സ്വഭാവം മനസ്സിലാക്കാനും സാധിക്കില്ലേ അങ്ങനെ ഇടപെടുമ്പോൾ. പക്ഷേ നോക്കിയും കണ്ട് നിന്നില്ലെങ്കിൽ കല്യാണം ഒട്ടും നടക്കാതെ പോകും. അങ്ങനെ ഒരുപാട് കല്യാണം മാറിപ്പോകാൻ ഒത്തിരി കല്യാണം പക്കത്തെത്തിയിട്ട് പോയ പല കല്യാണം എനിക്കറിയാം. അത് പറഞ്ഞപ്പോഴോ ചിലർ അതിൻ്റെ പേരിൽ ഒരുപാട് ഇങ്ങനെ ഒരു ഡിസിഷൻ, കാരണം എല്ലാവരും അറിഞ്ഞു, എൻഗേജ്മെൻറ്റ് നടന്നു, അങ്ങനെയുള്ളവരുടെ അച്ഛൻ എന്തെങ്കിലും അത് എനിക്കും ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും. അത് കാരണം അവർ ഡിസിഷൻ ശരിക്കും പ്രോപ്പറായിട്ട് അവർ എടുക്കണ്ടേ? നോ പറയാൻ പറ്റുകയാണെങ്കിൽ പറ്റണം. പിന്നെ കല്യാണം കഴിയുന്നതിന് മുമ്പ് തലേ രാത്രി പിരിയുന്നതിനകത്തൊരു കുഴപ്പമില്ല. കാരണം ഒരുമിച്ച് ചേർന്നാൽ നരകമാകാം, അതിന് സാധ്യത ദൈവം അടച്ചു എന്ന് ഓർത്താൽ മതി. ആ രീതിയിൽ എടുക്കണം. അപ്പം
കണ്ടല്ലോ, പരിചയപ്പെട്ടല്ലോ, എല്ലാമായി, ഇനി എല്ലാം എന്നാ ഓർക്കും. അങ്ങനെ ആരംഭിച്ചാലൊക്കെ ജീവിതം തകരുകയുള്ളൂ, വിജയിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു അനുഭവം പറയുമോ? ആരെങ്കിലും അങ്ങനെ കല്യാണം കഴിച്ചു വന്നവരോ അല്ലെ മാറിപ്പോയവരോ പറയാനുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ജനറൽ കേസുകൾ ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് വരാറില്ലേ? അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും കല്യാണം വേണ്ടാന്ന് വെക്കാനോ? അല്ല, പറഞ്ഞിട്ടുണ്ട്. കാരണം പിന്നെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പിരിയുന്ന കല്യാണം കഴിക്കേണ്ടെന്ന് ഞാൻ പെൺകുട്ടിയുടെ പേരൻസിനോടും പെൺകുട്ടിയോടും പറഞ്ഞിട്ടുണ്ട്. കാരണം അമിതമായിട്ടുള്ള ഒരു പൊസസീവ് ലവ് അവൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് ഈ വിജയിക്കത്തില്ല. നമ്മൾ ചുമ്മാ ഉണ്ടല്ലോ, ഈ ആദ്യ ബോളിൽ സിക്സർ അടിച്ചാൽ അത് യാത് ഔട്ടാവും. ക്രിക്കറ്റ് കളിയിൽ അങ്ങനെ. അതുപോലെ ചുമ്മാ ഒത്തിരി ഒലിപ്പിക്കുന്ന സ്നേഹം കൊണ്ട് തുടങ്ങിയാൽ അത് ചുമ്മാ തറയാ, അത് വിജയിക്കത്തില്ല. ഒരു സംസ്കാരമില്ലാത്ത സ്നേഹമാണ് അത്. എല്ലാത്തിനും ഒരു നൊബിലിറ്റി ഉണ്ട്, അതില്ലാതെ പെരുമാറിയാൽ ശരിയാകത്തില്ല. അപ്പോൾ ഒരു അച്ഛനൊരു ഒരു ഒരു പീരീഡ് സജസ്റ്റ് ചെയ്യാനുണ്ടോ? ഒരു കല്യാണമൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കുന്നതാവും കുറച്ച് മെച്ചം? ഒരു വിതിൻ 1 മന്തൊക്കെ ഉണ്ടല്ലോ ഇത് കഴിഞ്ഞിട്ടേ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അതെങ്കിലും കൊടുക്കണം, അല്ലാതെ ഓടിങ്ങ് വന്ന് ഒരാഴ്ച കഴിഞ്ഞ് അങ്ങനെയല്ല. ഒരു പ്രീ മാരേജ് കോഴ്സൊക്കെ കഴിഞ്ഞാലേ ഒരു വിതിൻ 1 മന്തിനുള്ളിലൊക്കെ കല്യാണം നടന്നു പോകണം. അല്ല പിന്നെങ്കിൽ അവസാനം പ്ലാനുണ്ടെങ്കിൽ നിൽക്കട്ടെ, കല്യാണം അടുക്കാറാകുമ്പോൾ കോഴ്സൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ അടുക്കാൻ മതി. നല്ലത്. കാരണം എല്ലാം നമ്മൾ ഇച്ചിരി ഫ്രഷാകണം എല്ലാ കാര്യത്തിലുമേ. അല്ലെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേന് ഏത് സ്നേഹവും കുറെ കഴിയുമ്പോൾ പഴകാൻ തുടങ്ങും. അപ്പം ഒത്തിരി പഴകിയിട്ട് പിന്നെ കിട്ടുന്നതിനേക്കാൾ നല്ലത് ആരംഭത്തോടെ ഒരു ആവേശത്തോടെ പോകാൻ വേണ്ടിയുള്ള രീതിയാണ്. ഈ ഒത്തിരി പഴകുമ്പോൾ ബോറായി പോകുമെന്ന് പറഞ്ഞതാണോ സത്യത്തിൽ ഈ ചില ലവ് മാരേജുകൾ ഫെയിലാകാനുള്ള കാരണം? ഒത്തിരി അങ്ങനെ വരാറുണ്ട്. ലവ് മാരേജ് നല്ലതാണ്, മനസ്സിലാക്കിയുള്ള കല്യാണമൊക്കെ നല്ലതാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം തോന്നും തെറ്റായൊരു ഓപ്ഷനാണ് എടുത്തു തോന്നും. ചില പറയും ആൺജാതി പെൺജാതി 2 ജാതിയേ ഉള്ളൂ, മതമൊന്നും എനിക്ക് പ്രശ്നമെന്ന് പറഞ്ഞ് പോകും. പക്ഷെ ഒരു കുഞ്ഞായി കഴിയുമ്പോഴത്തേക്ക് അവനവൻ്റെ ജാതി കയറി വരും മനസ്സിലാക്കുക. അതുകൊണ്ടൊക്കെയാണ് ഒരേ വിശ്വാസം ഒരേ മതം ഒക്കെ തമ്മിലുള്ള കല്യാണം കഴിക്കലാണ് നല്ലത് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അല്ലെങ്കിൽ പിന്നീട് ഓർക്കാത്ത ദുരന്തങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വരാം. അങ്ങനെയുള്ള സാധ്യതകളും കടന്നു വരാറുണ്ട്. ഈ പ്രീ മാരേജിൻ്റെ സമയത്ത് ഈ മാതാപിതാക്കൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്? ചില സമയം മാതാപിതാക്കൾ പറയും ഒത്തിരി ഫോൺ വിളിക്കരുത്, അല്ലെ അങ്ങനെ കാണണ്ട ഇങ്ങനെ കാണണ്ട എന്നൊക്കെ പറയുന്ന ഒരു പഴയ തലമുറയാണ് മാതാപിതാക്കൾ. പക്ഷെ മക്കളൊക്കെ വളരെ ന്യൂജനാണ്. അപ്പോൾ അവരുടെ ഒരു റോൾ എങ്ങനെയായിരിക്കണം ശരിക്കും? അത് അങ്ങനത്തുള്ള ബ്ലോക്കൊക്കെ ഗ്രാമീണ തലങ്ങളിലേ ഉള്ളൂ, സിറ്റികളിൽ അതിപ്പോൾ ഇല്ല. 2 പേർക്കും ജോലിയാണ് ഒട്ടുമില്ല, അവരവരുടെ ലോകത്തങ്ങ് പോകത്തേ ഉള്ളൂ. പിന്നെ പേരൻസ് ഒരു പറഞ്ഞു കൊടുക്കണം ഒരു പരിധി എത്ര വരെ ആകാവുന്നേ. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അതുവരെയുള്ളൊരു അകൽച്ച എപ്പോഴും പാലിക്കുന്നത് നല്ലതാണ്. അവൻ ചുമ്മാ വീട്ടിൽ വരുന്നു അത്ര നല്ലതല്ല. ചില മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ പയ്യൻ വീട്ടിൽ വരിക, അങ്ങനെ വരിക, അതിനോടൊക്കെ ഉള്ളൊരു അതൊക്കെ ചിലപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ചുമ്മാ ഒരു നിരന്തര സന്ദർശനം പോലെ കെട്ടിയവനായതിന് തുല്യമായ രീതിയിലുള്ള വരവ് പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതാണ് ഒത്തിരി നല്ലത്. ഒരുപാട് വലിയൊരു അടുപ്പവും ബന്ധുതയും കഴിഞ്ഞതുപോലെ കാണിക്കാതിരിക്കുന്നത് നല്ലത്. കാരണം അങ്ങനെ കാണിച്ചാൽ പിന്നെ ഒന്നും നടക്കാതെ പോയാൽ വരുന്ന അവസ്ഥ അതിനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇനി മോൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ഭർത്താവിൻ്റെ അമ്മയെന്നും പറഞ്ഞ് 2 ഫോൺ വിളിക്കുന്നത് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ അവളുടെ അമ്മ ഇവൻ വിളിക്കുന്നതൊക്കെ ഓക്കെ. ഈ ഉണ്ടല്ലോ അമിതമായാൽ അമൃതം വിഷം. അതൊരു പ്രൂഡൻഷ്യൽ ഡിസിഷൻ ഓരോ വ്യക്തി എടുക്കണം. എത്ര വരെ ആകാം, എത്ര വരെ അരുത് എന്നുള്ളത്. അതിനിപ്പോൾ ഒരു റെഫറി വിസിലടിച്ചുകൊണ്ട് പോയി 5 മിനിറ്റായി ഇറങ്ങിപ്പോരാ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത് വിവേകത്തോടെ പഠിത്തമുള്ള ലോകത്ത് വിവേകത്തോടെ മനുഷ്യൻ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. പക്ഷേ അതുപോലെ തന്നെ ഇന്ന് ഈ വിവാഹത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ആക്ടിങ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു വാക്കാണ് ചീറ്റിങ്. ഇത് രണ്ടും നടക്കാറുണ്ട്. അതായത് നമ്മളോട് പറഞ്ഞ രീതിയൊന്നും ആയിരിക്കില്ല കല്യാണം കഴിച്ചങ്ങോട്ട് ചെല്ലുമ്പം കാണുന്നത്. നന്നായിട്ട് ആക്ട് ചെയ്താൽ ചിലപ്പോൾ കുടുംബത്തിൽ ഭയങ്കര ഇഷ്യൂസ് ഉള്ളവർ അപ്പനും അമ്മയും സെപ്പറേറ്റഡ് വരെ ആയിരിക്കാം, പക്ഷേ നമ്മുടെ മുമ്പിൽ അവർ ഭയങ്കര ആക്ടിങ്ങാണ്, ഭയങ്കര സ്നേഹമുള്ള കുടുംബമായിട്ടൊക്കെ അഭിനയിച്ച് എല്ലാവരും കല്യാണ സമയം വരെയൊക്കെ അങ്ങനെ കല്യാണം കഴിക്കുന്നു. ചെന്ന് കഴിയുമ്പോഴായിരിക്കും നമുക്ക് പറ്റിയ അബദ്ധം അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പം നമ്മളിങ്ങനെ ഒരു ചീറ്റ് ചെയ്യപ്പെട്ട ഒരു ഫീലിംഗ് ആണല്ലോ. അങ്ങനെയുള്ളവർക്ക് ഒരു കാലത്ത് ക്ഷമിക്കാൻ പറ്റാതെ പോകുന്ന അവസ്ഥകളൊക്കെ കണ്ടിട്ടുണ്ടോ അച്ഛൻ? അങ്ങനെയൊക്കെ അത് ആക്ച്വലി ഈ ഒളിച്ച് വെച്ചാണ് കല്യാണം നടന്നതെങ്കിൽ നിയമപരമായി ആ കല്യാണം നടന്നിട്ടില്ല, ചുമ്മാ ഒരു ആക്ഷനേ നടന്നു. എന്തെങ്കിലും വഞ്ചനയുണ്ടെങ്കിൽ അത് നമ്മളിപ്പം സഭാപരമായിട്ട് തകരല്ലേ ഒരുമിച്ച് ജീവിക്കുന്നൊക്കെ പറയും, പക്ഷേ യഥാർത്ഥ കല്യാണം അല്ല. കാരണം ഞാൻ
50 രൂപയുടെ നോട്ടാണെന്ന് കണ്ട് എടുത്തപ്പം അത് ഒരു ഫേക്ക് നോട്ടാണ്, എന്നെ വഞ്ചിച്ച നോട്ടാണെങ്കിൽ അത് കള്ളനോട്ടാണ്. അതുപോലെ കല്യാണം അങ്ങനെ. ഡിഗ്രി പറഞ്ഞു ഇത്ര ഉണ്ടെന്ന് പറഞ്ഞു, അതൊന്നുമില്ല. എൻജിനീയറാണെന്ന് പറഞ്ഞു, ഒരു മിനിമം പോലും ഇല്ല. അല്ല വലിയ പഠിത്തക്കാരിയാണെന്ന് പറഞ്ഞു, ഒന്നുമില്ല. അത് കളിപ്പിക്കുന്ന കല്യാണമാണ്. അപ്പോൾ അത് ഉൾപ്പെടെയാണ് ആളെ കല്യാണം കഴിച്ചത്. അതിനകത്ത് കേസിന് പോയപ്പോലും പിരിഞ്ഞു പോകാനുള്ള സാധ്യതകൾ അതിനകത്ത് ധാരാളമായിട്ട് ഉണ്ട്. പക്ഷേ ഈ സഭ നമുക്ക് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊന്നും ഇങ്ങനെ, അല്ലെങ്കിൽ ഈ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഡിഗ്രി ഇല്ലാതെ കല്യാണം കഴിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വിവാഹമോചനം തരികയില്ലല്ലോ ശരിക്കും. അപ്പോൾ അതൊരു വലിയ സഫറിങ് അല്ല. അങ്ങനെ സഫർ ചെയ്യുന്ന കുടുംബങ്ങളില്ലേ ശരിക്കും ഒരുപാട്? അത് സഫർ ചെയ്യുകയല്ലാതെ മാർഗ്ഗമില്ല. അല്ലെങ്കിൽ സഭ പറയുന്നതിന് അപ്പുറത്തേക്ക് സ്വന്തം തീരുമാനിച്ച് പോകാൻ സാധിക്കണം. അല്ലെങ്കിൽ സഭയ്ക്കുള്ളിലുള്ള നിയമങ്ങളിലാണെന്ന് വരികയിൽ നമ്മളത് പഠിത്തമില്ലേലും സ്വഭാവം നല്ലതാണല്ലോ, എടുത്തു. ഇനി പറഞ്ഞ പത്രയും സ്ഥലമില്ലേലും 2 കുഞ്ഞുങ്ങളൊക്കെ നമുക്കായല്ലോ. ആ രീതിയിൽ വേറെ ചില ഉപരിനന്മ കണ്ടുകൊണ്ട് ചെറുതിനെ വേണ്ടാന്ന് നോക്കും. കൊച്ചു പിള്ളേരെ കണ്ടില്ലേ, ഐസ്ക്രീം കാണുമ്പോഴത്തേക്ക് കയ്യിലുള്ള മുട്ടായി എറിയും, കൂടി നന്മ വരും. അപ്പം അങ്ങനെ ചില കാര്യങ്ങളിൽ ഇച്ചിരി സൗന്ദര്യം പറഞ്ഞാലും അല്ലെങ്കിൽ ചില കാര്യമൊക്കെ കല്യാണം നടക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. ഓക്കെ, എന്നാലും കല്യാണശേഷം പിന്നെ വഞ്ചനയൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഫോട്ടോയൊന്നും വെച്ച് ജീവിക്കും. അത് പക്ഷേ അത് ശരിയായൊരു കല്യാണം നല്ലത്, വഞ്ചിച്ചുള്ളതാണ്. പക്ഷേ പിന്നീട് പോട്ടെ എന്നോർത്തുകൊണ്ട് ആണുങ്ങളും തീരുമാനം എടുക്കുന്നവരുണ്ട്, പെണ്ണുങ്ങളും അങ്ങനെ തീരുമാനിച്ച് പോകുന്നവരുണ്ട്. ചിലർക്ക് ഇങ്ങനെ പെട്ടെന്ന് പിരിയണം അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഓടി വരുന്നവരുണ്ട്. നമ്മളിരുന്ന് എല്ലാം പറഞ്ഞ് കേൾക്കും. നിങ്ങളുടെ ഭാഗത്ത് നിയമപരമായിട്ടെല്ലാം കറക്റ്റാണ്, തീരുമാനമെടുക്കാം. പക്ഷേ അതോടെ പിന്നീടുള്ള ജീവിതത്തിൻ്റെ ഇഫക്റ്റ് ഉണ്ടല്ലോ അത് സാധിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ബുദ്ധിമുട്ട് വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേന് എന്നാൽ പോട്ടെ എന്നും പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്. വഞ്ചന ഒരിക്കലും നല്ലതല്ല. കാരണം അത് കാലാകാലം കല്ല് കടിച്ചു കൊല്ലിക്കും. ഭർത്താവ് വഞ്ചിച്ചാലും ഭാര്യ വഞ്ചിച്ചാലും എന്തെങ്കിലും വാക്ക് പാലിച്ചില്ലെങ്കിൽ, ഇപ്പം ഏജ് എനിക്ക് 28 വയസ്സ് കൊണ്ട് കല്യാണം കഴിക്കുകയും അവൾക്ക് 26 വയസ്സുണ്ട്, പിന്നെ നോക്കുമ്പോൾ അവന് 34 അപ്പം പിന്നെ മനസ്സിലൊന്നും ഒരു സൈക്കോളജിക്കൽ അകൽച്ച, അവൾക്ക് ശാരീരിക ബന്ധങ്ങളിലെല്ലാം അകൽച്ച വരും, തൃപ്തി വരില്ല. അപ്പം അങ്ങനത്തെ പ്രശ്നം കുടുംബങ്ങളിലുണ്ട്. പിന്നെ ഇതിനെയൊക്കെ അതിജീവിച്ച് അങ്ങ് പോകുക എന്നുള്ളതല്ലാണ്ട്, അല്ലെങ്കിൽ എൻ്റെ സ്റ്റാൻഡിൽ നിന്ന് അങ്ങ് മാറുക എന്നുള്ളത്. പക്ഷേ നമ്മൾ മാറുക എന്നുള്ളതല്ലല്ലോ, സമൂഹത്തിൽ ഒരുമിച്ച് വായനത്തിന് വഴി കണ്ടെത്തുക, ആ രീതിയിൽ നടക്കുന്നു. പക്ഷേ ഞാൻ ഓർക്കും അച്ഛാ, ഇതൊക്കെ പഴയ ഒരു ജനറേഷനിൽ ഇതൊക്കെ ആപ്ലിക്കബിളാണ് ശരിക്കും. ഇങ്ങനെ നീറി അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമിച്ച് സഹിച്ച് ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞാൽ നടപ്പിലാവുമോ? നടപ്പിലായില്ല. അതുകൊണ്ടാണ് ഇപ്പം ഡൈവേഴ്സ് ഒത്തിരി കൂടുന്നത്. ഇപ്പോൾ അവർ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ എല്ലാവരും ഹ്യൂമൻ ഡിഗ്നിറ്റി, ഇപ്പോൾ അതിൻ്റെ എൻ്റെ സ്റ്റാൻഡ്, ഞാൻ അടിമയല്ലല്ലോ, അപ്പം അങ്ങനെയുള്ള ചിന്ത വരാൻ തുടങ്ങി. അല്ല, അപ്പം നമ്മൾ പറയുമല്ലോ ഡിവോഴ്സ് കൂടുന്നു എന്ന്. പക്ഷേ സത്യത്തിൽ ആ സ്റ്റാൻഡ് അവരുടെ പക്ഷത്തല്ലേ ന്യായമുണ്ട്. അതേ സമയത്ത് ഒരു സമൂഹം തകരും, അതാണ് പ്രശ്നം. ഇപ്പം ഒരു കുഞ്ഞായി എന്താ വെച്ചാൽ എനിക്ക് പറ്റിയെന്ന് പറഞ്ഞ് പോയാൽ ആ കൊച്ചിനെ ബാധിച്ചു. അതിലൂടെ വരുന്ന പുതിയ തലമുറയെ അത് ബാധിച്ചു. കാരണം ആ കുഞ്ഞിനോട് നിൻ്റെ അപ്പൻ എന്തെന്ന് ചോദിക്കുമ്പോൾ മറുപടിയില്ല പറയാൻ. അതാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സോഷ്യൽ സ്റ്റിഗ്മ വന്നു വീഴും. അപ്പോൾ അതാണ് എൻ്റെ അപകടം വരുന്നത്. ലീഗലി കറക്റ്റാണ്, ന്യായമാണ്. പക്ഷേ വേറെ ചില കാര്യം ന്യായത്തിന് നിയമത്തിന് അപ്പുറത്തുണ്ടല്ലോ വേറെ ചിലത്, അത് നമുക്ക് ഇല്ലാതാവും. ഞാൻ ഓർക്കുകയാണ്, നിർദാക്ഷിണ്യം ക്ഷമിക്കുക എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ടുണ്ട്. അതല്ലേ ഇവിടെയൊക്കെ ആപ്ലിക്കബിൾ ആകുകയുള്ളൂ അല്ലേ? എല്ലാ സാഹചര്യങ്ങളോടും നമ്മളങ്ങ് ക്ഷമിക്കുക, അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിജീവിക്കാനുള്ള ഒരു വിൽ പവർ നമ്മൾ തന്നെ ആർജിക്കുക, എങ്കിലേ നമുക്ക് നടക്കത്തുള്ളൂ. അല്ല, അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷത്തോടെ പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് സേവ് ദ ഡേറ്റ്. അച്ഛനും കേട്ടിട്ടുണ്ടാവുമല്ലോ. അന്നേരം ഇറങ്ങുന്ന വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയം തോന്നിപ്പോകും. അച്ഛൻ എന്താ അതിനെക്കുറിച്ചുള്ള ഒരു കമൻറ്റ്? ഞാനതിന് വ്യക്തമായി എതിരാണ്, താല്പര്യമില്ല. അപ്പോൾ അത് യൂറോപ്പിലൊക്കെ ഉള്ള ഒരു സംവിധാനങ്ങൾ എവിടെ നിന്ന് വരുന്നതാണ്. അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് എന്നോട്ട് ആരംഭിച്ചു ഒരടുപ്പം എന്നായിരിക്കാം ഇതിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക്. എന്നിട്ട് ചിലപ്പം വർഷങ്ങളങ്ങ് പോവുകയെ, എന്നിട്ട് പിന്നെ പറ്റിയല്ലാന്ന് പറഞ്ഞ് എനിക്ക് തന്നെ മുഖത്ത് നോക്കി പറയും, ഉൾക്കൊള്ളാൻ പറ്റിയല്ല. നമ്മൾ 3 മാസത്തെ ബന്ധങ്ങളിൽ 2 വർഷത്തെ പരിചയമായി, ഇനി എനിക്ക് പറ്റിയല്ല എന്നും പറഞ്ഞ് മാറുന്നവരുണ്ട്. ചില കഴിയുമ്പോഴത്തേനും ഓക്കെ എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ ഇങ്ങനത്തുള്ള ഈ ഒത്തിരി സെക്യുലർ ലൗകികമായ അലങ്കാരപദങ്ങളും പ്രയോഗങ്ങളെക്കാളുപരി ഇതൊരു ആധ്യാത്മിക തലം കൂടിയാണ്. കല്യാണം ഒരു കൊടിച്ചിപ്പട്ടിയും കൊടിയനും കൂടെ കൂടുന്ന പോലെ ഒന്നല്ല, ഒരു എരുമയും പോത്തും കൂടെ കൂടുന്ന പോലല്ല. ഇത് 2 ജീവിതങ്ങളാണ്, 2 വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ അത് കൂടുമ്പോൾ അതിനകത്തുള്ള ഒരു റെസ്പെക്റ്റും ഒക്കെ ഉണ്ട്. അത് ചുമ്മാ ഈ
വെറുതെ പരസ്യ കമ്പനിക്കാരൻ്റെ കച്ചവടത്തിന് വേണ്ടി വിട്ടുകൊടുക്കേണ്ടതല്ല. അല്പം കൂടി ആധ്യാത്മികയിലും ഭദ്രതയിലും വിശുദ്ധിയിലും കൊണ്ടുപോകേണ്ടതാണ്. ഇപ്പം അത് പലതും ഇന്ന് മുഴുവൻ ഇതെല്ലാം കഴിഞ്ഞ് പൊട്ടിത്തെറിക്കുന്നതും കാണാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരുമിക്കാൻ പറ്റുന്നുമില്ല. അപ്പം ആ ഒരു തരത്തിലൂടെ അതുപാട് എല്ലാ ആഡംബരങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ഒത്തിരി അമിതമാകുന്നതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അത് കുടുംബം നശിക്കുകയുള്ളൂ പിന്നീട്. കാരണം അതിലൂടെ തന്നെ ഒരു ശാപം, ഒരു തിന്മ ആ കുടുംബത്തിലേക്ക് വരും അമിതമായ. പക്ഷേ അച്ഛാ, ഇപ്പോൾ ഈ കോവിഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓരോ കല്യാണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ വിവാഹം കഴിക്കാൻ മക്കളുള്ളവർക്ക് പേടിയായി പോകും. കാരണം എങ്ങനെ ഇതൊക്കെ നടത്തും? അത്ര വലിയ വെഡ്ഡിങ്ങും ഭയങ്കര കോടികൾ മുടക്കിയിട്ടുള്ള കല്യാണങ്ങളും ഒക്കെയാണ്. ഒരു പഴയ രീതിയേ അല്ല. ഒത്തിരി ക്യാഷ് മുടക്കിയിട്ടൊക്കെയാണ് എല്ലാവരും ചെയ്യുക. ശരിക്കും ഇത് കാണുമ്പം പൈസ ഇല്ലാത്ത, അല്ലെങ്കിൽ അത്രയും മുടക്കാൻ സാധിക്കില്ലാത്ത മാതാപിതാക്കൾക്ക് പോലും ഭയങ്കര പ്രശ്നമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ട ഒരു അനുഭവമാണ്. ഒരു ഇടത്തരം വീട്ടിലൊരു പെൺകുട്ടിയാണ്. പക്ഷേ ഈ വക കാര്യങ്ങളെല്ലാം ചെയ്താലേ കല്യാണം കഴിക്കുകയുള്ളൂ. പിടിവാശിയാണ്. അപ്പോൾ ശരിക്കും കുറേ കുടുംബങ്ങൾക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ ഉള്ളത് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു അവരോടൊന്ന് പറയാൻ പറ്റുന്നത്? കാരണം ഇതിൻ്റെയൊക്കെ അത്യാവശ്യം ഉണ്ടോ ശരിക്കും? അല്ലെങ്കിൽ അവരെങ്ങനെ ഈ സമൂഹത്തെ ഫേസ് ചെയ്യും? അതിപ്പം ഓരോ വ്യക്തിയിൽ നിന്നും വ്യക്തിയിലേക്ക് വ്യത്യസ്തമാണ്. അംബാനിക്കും അദാനിക്കും സ്വർണ്ണസാരിയും സ്വർണ്ണ ഇൻവെസ്റ്റ്മെൻറ്റും ഇങ്ങനെ സാധ്യതയുണ്ട്. അവനത് ചെയ്യും. ആവശ്യത്തിന് അവൻ 100 പേരെയും പണിത് കൊടുത്തിട്ട് കാണും. ആ മനുഷ്യനെ നമുക്ക് വിധിക്കാൻ പറ്റുകയില്ല. അപ്പം അവൻ്റെ സ്റ്റാറ്റസിൽ അവൻ്റെ ആൾക്കാർക്ക് അതാണ് വേണ്ടിയത്. അതേസമയത്ത് ഒരു 1,00,000 വീട് പള്ളി താമസിക്കുന്ന ആൾ അദാനിയുടെ മകൾ എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യാൻ പറ്റുകയില്ല. ഒരു കുഴപ്പമില്ല. അതിനും സിമ്പിളായിട്ട് കല്യാണം കഴിച്ചു പോകുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ. ചില കേസുകളിൽ അതുപോലെ ആയാൽ കൊള്ളാവുന്നുണ്ട്. ഒപ്പത്തിനൊപ്പമുള്ളവർ അങ്ങനെ ചെയ്യുമായിരിക്കും. അത് പറഞ്ഞു തിരുത്താനൊന്നും ഒരിക്കലും പറ്റുകയില്ല. കാരണം ചിലപ്പോൾ ഒരു പെണ്ണേ കാണുള്ളൂ. എനിക്ക് എന്നാ തോന്നുന്നു അതെല്ലാം ചെയ്യും. ധ്യാനപ്രസവവും കാര്യമൊക്കെ ഒരു സൈഡിൽ പറയാം, അവരെ ബാധിക്കുകയില്ല. കാരണം പലതുള്ളത് ഇപ്പം ഒന്നിനെ ഓമൻ, അതുപോലെ അങ്ങനത്തെ ഉള്ളതാണ് സാധാരണ പൊട്ടി പറയുന്നതും. ഈ വിവാഹം തകർന്നു പോകുന്നതും ഇങ്ങനെയുള്ളവരുടെ ദാമ്പത്യങ്ങളാണ് കൂടുതലായിട്ട്, സാധാരണയല്ല. അപ്പം അവിടെ അങ്ങനെയുള്ള ആഘോഷവും പരിപാടിയും ദൂരത്ത് അരുതെന്ന് പറഞ്ഞാൽ അവർ പറയും, ഓക്കെ എൻ്റെ കൊച്ചിന് ഞാനുള്ളത് അവർക്ക് വേണ്ടിയാണ്, ഞാനങ്ങ് മുടക്കും, ഇല്ലാത്തതും ചെയ്യേണ്ട. അതുപോലെ ഞാൻ അതിന് ഓർമ്മയ്ക്ക് 10 പേർക്ക് വീടും പണിത് കൊടുത്തിട്ടുണ്ട്. ഈ തുകയ്ക്ക് നമുക്കൊന്നും പറയാനില്ല. അവർ അത് ദൂരത്തരുതെന്ന് പറയാം. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്നാ പറയുന്നത് അവിടെ? ഒന്ന്. രണ്ടാമത് ഒരു പെണ്ണ് അതുപോലെ ഇല്ല കെട്ടിയെന്നാൽ അവൾ കെട്ടണ്ട, അവൾ വീടിച്ച് വന്നാൽ മതി. അങ്ങനെ അവൾ മസിൽ പിടിക്കുകയാണ്. അതുപോലെ കൊണ്ട് എൻ്റെ കല്യാണം നടക്കുന്നുണ്ട്, കെട്ടിക്കണ്ട നമ്മളവിടെ നിന്നുള്ളത്. ഞാനാ മതി, അവൾ ചത്തുപോകുന്നതാണ് നല്ലത്. ഭൂമി ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം അങ്ങനത്തെ ഉള്ളൊരു ഭൂമിക്ക് ശാപമാണ്, വീടിന് ഭാരമാണ്. അപ്പോൾ ആ രീതി നമ്മൾ നിർദ്ദയം ചില കാര്യം നമ്മൾ പറയേണ്ടി വരും. ഓരോ കുട്ടിയും അവളുടെ പേരൻസിൻ്റെ അവസ്ഥ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, പഠിക്കണം. അങ്ങനെ പഠിക്കാത്തവർ ചേർന്നതല്ല, കുടുംബത്തിൽ ചേർന്നതല്ല. അപ്പോൾ അവർക്ക് അവിടെ സ്പേസ് ഇല്ല അങ്ങനെയുള്ളവർക്ക്. അല്ലാത്തവർ ഒരു നല്ല ചെറുക്കനെ കിട്ടി, പെണ്ണിനെ കിട്ടി, മോഡറേറ്റല്ല അവർ ജീവിച്ചു പോകും. ഭൂമിയിൽ എന്ത് കല്യാണം എന്നാവും നമ്മുടെ ഇവിടെ ബാധിക്കുന്നതല്ല, ആ രീതിയിലങ്ങ് എടുക്കും. പക്ഷെ വിവാഹത്തിന് ദൂർത്ത് വലിയൊരു അപകടമാണ്. അതിപ്പോൾ ആരെടുത്താലും അമിതമായ ദൂർത്ത്, ഒത്തിരി വീഡിയോ, ഒരുപാട് ക്യാമറ, ഒരു കല്യാണത്തിന് പിന്നെ ഭയങ്കര ഭക്ഷണം, ഒരാൾക്ക് ഒരു 2,500 രൂപയിലും വരുന്ന ചെറിയ പായ്ക്കൽ, അങ്ങനെയൊക്കെ വരുമ്പം ശരിയല്ലത്. കാരണം ഒത്തിരി പാവപ്പെട്ട ദരിദ്രരായ മനുഷ്യരുള്ളത് അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. പിന്നെ ഒത്തിരി കാശുള്ളവൻ വേറൊരു വശം നോക്കിയാൽ അവൻ ചെയ്യുന്നത് നല്ലതാണ്. കാരണം അവനങ്ങനെ ചെയ്താലേ സ്വർണ്ണക്കടക്കാരൻ ആ കച്ചവടം കിട്ടും, കശാപ്പുകാരൻ അത് കിട്ടുള്ളൂ, സോഡക്കാരനത്, എല്ലാവരും ഇവൻ അല്ലെങ്കിൽ ഇവന് ചുമ്മാ ബാങ്കിൽ കിടക്കുന്ന പൈസ ഇങ്ങനെ ഇറങ്ങിപ്പോട്ടെ, ആ രീതിയിൽ ഒരു ഗുണമുണ്ട്. പക്ഷേ അതൊരു ദുർമാതൃകയാണ്, ഒരിക്കലും ഫോളോ ചെയ്യേണ്ട മോഡലല്ലത്. എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് ഞാൻ അച്ഛനോട് അങ്ങോട്ട് പറയുന്നത്. അതായത് പണ്ടൊക്കെ നമ്മളിങ്ങനെ സ്ത്രീധനം കൊടുത്തു, അല്ലെങ്കിൽ പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടു, വേറൊരു കുടുംബത്തിലേക്ക് വിട്ടു, നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു. പക്ഷെ ഇന്ന് അതൊക്കെ ഒത്തിരി മാറിയില്ലേ? അതായത് ആ സ്ത്രീധനം എന്നുള്ള കൺസെപ്റ്റ് ഇപ്പോൾ ഇല്ല. അത് തിന്മയാണ്, തെറ്റാണ്, നിയമവിരുദ്ധമാണ്. പക്ഷേ എന്നാലും ഗിഫ്റ്റ് മോഡലാണല്ലോ എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കല്യാണ ദിവസം തന്നെ ഇതെല്ലാം കൂടെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു ജീവിതം മുൻപോട്ട് കിടക്കില്ലേ? അവർക്ക് മക്കളുണ്ടാകുമ്പോൾ അവരെ പഠിപ്പിക്കാൻ സഹായിക്കാം, അല്ലെ അവരൊരു വീട് വെക്കുമ്പം അവരെ. പക്ഷേ ഇതൊന്നും കണക്കിൽപ്പെടില്ല. എന്നും ആ തന്ന
ആ എമൗണ്ട് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ പലപ്പോഴും. അപ്പോൾ ഞാൻ ചില കാര്യങ്ങളിലൊക്കെ പറയാറുണ്ട്, അതല്ല ജീവിതകാലം മുഴുവൻ ഈ മക്കളെ സ്നേഹിക്കാമല്ലോ, അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കാമല്ലോ, അങ്ങനെയല്ലേ ശരിക്കും അതൊക്കെ മാറേണ്ടത്. ഈ ഒരു ദിവസം കൊണ്ട് തന്നെ മൊത്തം കൊടുത്തു ഇറക്കി വിട്ടു, പിന്നെ അന്വേഷിക്കുകയില്ല, ഒന്നുമില്ല, അങ്ങനെ പോകുന്ന പഴയ കാലഘട്ടം അങ്ങനെയാണല്ലോ, ഒരു വീതം പോലും കൊടുക്കില്ലല്ലോ. ഇപ്പം അതൊക്കെ മാറി. അതിനകത്തൊരു പ്രത്യേകത, ഇപ്പം ഒരാൾക്ക് നമ്മളെ ഒരു 25,000 രൂപ ശമ്പളം കൊടുക്കുന്നു, അതാണ് യഥാർത്ഥത്തിൽ കിട്ടിയത്. ഇടയ്ക്ക് ചിലപ്പം 1000 രൂപ പോക്കറ്റ് മണി, മെയിൻ്റനൻസ് വലുതും കൊടുക്കും, അതൊന്നും ഒരിക്കലും നിശ്ചയപ്പെടുകയില്ല. 25,000 ശ്രദ്ധിക്കപ്പെടുന്നത്. അതുപോലെ പിന്നെ പഠിപ്പിക്കുന്ന സ്ഥലം കൊടുക്കുന്നില്ല, കല്യാണത്തിന് എന്നാ കൊടുത്തോ അതാണ് കോൺട്രാക്റ്റ് ഉടമ്പടി എടുക്കുമ്പം കൊടുക്കുന്നതാണ് തീർന്നു. പിന്നെയുള്ളതെല്ലാം നമ്മുടെ ഔദാര്യമായിട്ട് കണക്കാക്കുകയുള്ളൂ. അറിയിക്കുന്നത് കൊടുക്കാനുള്ളത് അന്ന് തന്നെ കൊടുത്ത് തീർക്കും. അച്ഛൻ അതിനോടുള്ള അഭിപ്രായം എന്തൊക്കെയാണെന്ന് അറിയാം. അല്ല, പിന്നെ വിവാഹത്തിൻ്റെയൊക്കെ കൊടുക്കാനുള്ളത് കൊടുത്ത് തീർക്കുന്നതാണ് നല്ലത്. അല്ലെ പിന്നെ അതിൻ്റെ പേരിലുള്ള ചർച്ചകളും അപസ്വരങ്ങളും ഒക്കെ ഉണ്ട്. 28 പവൻ 50 പവൻ തരാമെന്ന് പറഞ്ഞു, പക്ഷേ 40 ഉള്ളൂ, 10 ഇനി എപ്പോഴാ എന്നാ ഉറപ്പ്, അത് ചെറുക്കൻ്റെ ഭാഗത്ത്. പിന്നെ പെണ്ണിൻ്റെ പേരൻസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന വലിയൊരു പ്രശ്നം, ഈ പലയിടത്തും കാണുന്ന ആദ്യകാല ആവേശമൊന്നും പിന്നെയില്ല. കുഞ്ഞുങ്ങളുണ്ടാകുമ്പം പലതും ചെയ്തേക്കും, ഈ ആദ്യം പറഞ്ഞ വാക്കുണ്ടല്ലോ അത് ശ്രദ്ധിക്കുകയില്ല. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് അത് പൊട്ടിത്തെറിക്ക് കാരണമാകും. സ്ഥലമോ സ്വത്തോ എങ്ങനെയും സമ്മാനമാണോ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുക. പിന്നെ 2 പേരുടെ പേരിൽ ഒരുമിച്ച് ഇടുവോ അതൊക്കെ എന്നാന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാമെന്നുള്ളൂ. അർഹമായത് കൊടുത്തു വിട്ടേക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഇല്ല, പക്ഷേ ഇല്ലെങ്കിൽ നമുക്ക് തിയറി പറഞ്ഞാലും പ്രാക്ടിക്കലി ഒരത്തിൽ നിന്ന് പിന്നെ കാരണമായിട്ട് മാറും. ഇന്നും ഇതുപോലെ ഒരുപാട് ഈ സ്ത്രീധന ഇഷ്യൂസൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുടുംബ പ്രശ്നങ്ങൾ ധാരാളമാണല്ലോ. നമ്മളെന്താ നന്നാവാത്തത് സത്യത്തിൽ? കാരണം ഇത് വളരെ ഇല്ലീഗലാണെന്ന്, ഇങ്ങനെ നിയമവിരുദ്ധമാണെന്ന് ഭയങ്കര ചർച്ച ഒരു വശത്തോടെ പോകുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ഉള്ളത് കൊടുക്കാം. ഇല്ലാത്തവരെന്ത് ചെയ്യും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അതൊരു കാര്യം. അപ്പം ഇപ്പോഴും പെൺമക്കളുണ്ടോ അവരെ കെട്ടിക്കാൻ വേണ്ടി അപ്പനിങ്ങനെ ഉണ്ടാക്കി വെക്കണം എന്നുള്ളൊരു കൺസെപ്റ്റല്ലേ വരുന്നത്. ശരിക്കും നന്നായി പഠിപ്പിച്ചു, എല്ലാം കഴിഞ്ഞു, ജോലിയുണ്ട്, നീ പൊക്കോ എന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ ശരിക്കും. രണ്ടുപേരും പിന്നീട് ഏൺ ചെയ്ത് ജീവിച്ചാലും നമുക്കങ്ങനെ പറ്റുന്നുണ്ടോ ശരിക്കും? ഇല്ല, അത് വർഷങ്ങൾ എടുക്കും ആറ്റിറ്റ്യൂഡ് മാറണമെങ്കിലേ. ഇപ്പം എനിക്ക് 2 പെണ്ണുണ്ട്, അതിനുവേണ്ടി ഞാൻ എല്ലാം നേടും. കെട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്രസവം എടുക്കാനും ഞാൻ തന്നെ പോകും. പിന്നെ ആ കുഞ്ഞുങ്ങളെ കെട്ടിക്കാനും വല്ലതും ഞാൻ കരുതി വെക്കും. അതൊരു ശരിയല്ലാത്ത ഒരു കാഴ്ചപ്പാട്, ഒരു ഭാരതീയ ദർശനമാണ്. അമേരിക്കയിലോ യൂറോപ്പിലോ പലയിടത്തും ഇങ്ങനെയൊന്നുമില്ല. അവർ മക്കളെ ശരിക്കും പഠിപ്പിച്ചു വിടും, പിന്നെ അവരുടെ കാര്യം നേടും. ഇപ്പം മക്കൾ പോലും ഡിമാൻഡ് ചെയ്യുന്നവരും അപ്പനും എനിക്ക് എന്നെ ഉണ്ടാക്കി വെച്ചു, എന്താ ഉണ്ടാക്കി വെക്കുന്നത്, അവനുണ്ടാക്കേണ്ടതല്ലേ. അപ്പം അതില്ല. അപ്പം അതൊരു വശം. മറുവശത്ത് ഞാൻ എൻ്റെത് മുഴുവൻ എൻ്റെ മക്കൾക്കാണ്. അതുകൊണ്ട് 5000 രൂപയാണെങ്കിൽ കൃത്യം 2 പെൺമക്കളുണ്ടോ 2500 വീതം അവർക്ക് എത്തിച്ചു കൊടുക്കണം. അത് 10,000 ആക്കാവോ 50,000 ആക്കാവോ, അതൊരിക്കലും മാറുകയില്ല. അത് മാറണമെങ്കിൽ ഈ കുഞ്ഞുനാൾ മുതലേ ഇതിനുള്ള സാമൂഹ്യ അനീതിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള പരിശീലനം കുട്ടിക്കാലം മുതലേ കൊടുത്താലല്ല ഒരിക്കലും സമൂഹം അത് മാറുകയില്ല. ഈ നമ്മൾ മാതാപിതാക്കൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ ജീവിക്കുന്നത് മുഴുവൻ മക്കൾക്കായിട്ടാണ്. സത്യത്തിൽ ഇത് ശരിയാണോ? കാരണം നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കേണ്ടത്. ഇപ്പോൾ ഈ സാമ്പത്തിക പറയല 5000 ഉണ്ട്, 5000 ഉണ്ടെങ്കിൽ 4000 2 മക്കൾക്ക് കൂടെ കൊടുക്കാം. 2000 വെച്ചത് നമ്മൾ തീരുമാനിച്ചിട്ട് 1000 നമ്മൾ എടുക്കുന്നില്ലല്ലോ. അങ്ങനത്തെ കേസുകളില്ലേ, ഞാൻ എല്ലാം നിനക്ക് വേണ്ടിയാണ് ജീവിച്ചത്, അതൊക്കെ മാറേണ്ട കാലമായില്ലേ? 90% പേരൻസും അങ്ങനെ മാറണമെങ്കിൽ ഞാൻ പറഞ്ഞത് ഇമ്മാങ്ങ് മാറ്റാൻ പറ്റുമല്ല, ഒരു എഡ്യൂക്കേഷൻ കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ വരുന്ന പുതിയ തലമുറ വരുമ്പോഴത്തേക്ക് അതാകെ ഒരു 10-20 വർഷം കഴിയുമ്പം പുതിയ IT വേൾഡ് ഇങ്ങനെ ഇതുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവർ വരുമ്പോഴത്തേക്ക് പിള്ളേരെ പഠിപ്പിച്ച് വിദേശങ്ങളിലേക്ക് വിടുന്നു, ആ രീതി വരുവേ. ഇപ്പം പിന്നെ ഒത്തിരി പേര് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്കും കാഴ്ചപ്പാട് മാറ്റം വരും. കാര്യം പിള്ളേർക്ക് വേണ്ടി ഒന്നും വെക്കണ്ട, അവരവരുടെ ഞാൻ ചെയ്തോളും, ആ ചിന്ത വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ പഴയ ഒരു ഗ്രാമീണ സെറ്റപ്പിൽ ഇന്നും ഈ ചിന്ത ഇതുപോലുണ്ട്. അതെല്ലാം ഇന്ന് നമ്മൾ ഒത്തിരി പ്രീ മാരേജിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എവിടെ നിൽക്കണം, എങ്ങനെ സംസാരിക്കണം, അതുപോലെ തന്നെ സ്ത്രീധനം എന്ന വാക്ക് പറയാൻ പാടില്ലെങ്കിലും കൊടുക്കേണ്ടതൊക്കെ ഗിഫ്റ്റൊക്കെ ആയിട്ടാണെങ്കിലും ചെയ്യാനുള്ളതൊക്കെ സമയത്ത് ചെയ്യണം. ഇങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ എനിക്ക് കേൾക്കാൻ പറ്റും. പിന്നീടൊന്നും വെച്ചേക്കരുത്, അതായത് വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ഒരു വാക്ക് അതിൻ്റെ പേര് പിന്നെ തർക്കം വരുന്ന കണ്ടിട്ടുണ്ടേ, കേസുണ്ടാകാറുണ്ട് ആ ഒറ്റ കാര്യത്തെ പ്രതി അതുണ്ടായത്. അപ്പോൾ ചീറ്റിങ്ങും പാടില്ല അല്ലേ, പറഞ്ഞതുപോലെ സത്യസന്ധമായിരിക്കണം. അങ്ങനെ കുറേ നല്ല കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ അച്ഛാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത വിശേഷം പറയണം. താങ്ക് യു.